എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കേരള ടു രാജസ്ഥാനിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ബാഗ് പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷമാണ്, വലിയ ബാഗാണ്, ഇതുകൊണ്ട് ട്രെയിനിലും അതുപോലെ ബസ്സിലുള്ള യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളതെടുത്ത് മാറ്റി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് വീട്ടിൽ നിന്ന് ബാഗൊക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് ആദ്യം പോകണം. അവിടെ നിന്ന് നമുക്ക് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഡൽഹിയിലേക്കുള്ള ട്രെയിൻ വരുന്നത്. ട്രെയിൻ ദുരന്തോ എക്സ്പ്രസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു ട്രാഫിക് ബ്ലോക്കൊക്കെ കിട്ടി. അവിടെ നിന്ന് പതുക്കെ ഞങ്ങൾ നീങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ മോനെയും കൂട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. മോനെയും കൊണ്ടുള്ള യാത്ര ആയതുകൊണ്ടും ട്രെയിൻ ജേണി ആയതുകൊണ്ട് തന്നെ 2 ദിവസത്തോളം നമുക്ക് ഫുൾ ട്രെയിനിൽ യാത്ര ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മോൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവനായിരുന്നു ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. അവനെ കൂട്ടിയിട്ടുള്ള ട്രെയിൻ യാത്ര ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുടെ മനസ്സാണല്ലോ, നമുക്ക് പറ്റുമെന്നുള്ള രീതിയിൽ മോനെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ ഓക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ജേണി ഇത്ര മനോഹരമാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ തിന്ന് അവിടെ ഇരുന്നുകൊണ്ടിരുന്ന സമയത്തേക്ക് ട്രെയിൻ വന്നു. ഇവിടുന്ന് എറണാകുളത്തേക്ക് ഞങ്ങൾ AC ചെയർ കാറായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കയറി കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് തണുപ്പ് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കും ഹസ്ബൻഡിന് തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങി. അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ ഫസ്റ്റ് ടൈമാണ് ട്രെയിനിലൊക്കെ കയറുന്നത്. അപ്പോൾ കയ്യിലിരുന്ന ജാക്കറ്റൊക്കെ പതുക്കെ ഞങ്ങൾ ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കുവാണേ. അങ്ങനെ കരുനാഗപ്പള്ളിയിൽ നിന്ന് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ, എനിക്ക് തോന്നുന്നു 2.5 അവർ കൊണ്ട് ഞങ്ങൾ എറണാകുളം സൗത്തിൽ നിന്നായിരുന്നു നമുക്ക് ട്രെയിൻ. സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ദുരന്തോ എക്സ്പ്രസ്സിലായിരുന്നു. 3rd AC ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് പോകാൻ നേരത്തെ ട്രെയിനിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളായിരുന്നു ഫസ്റ്റ് വന്ന് ചെന്നത് തന്നെ. അപ്പോൾ വാപ്പിച്ചിയും ബ്രദർ ഞങ്ങളുടെ കൂടെ വരണ്ടായിരുന്നു. അപ്പോൾ വാപ്പിച്ചി ഞങ്ങൾക്ക് രാത്രിത്തേക്കുള്ള ഫുഡ് ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടോ. ഞങ്ങൾ അങ്ങനെ ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നത് ബ്രെഡ് കരുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ കുറച്ച് സ്നാക്സൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം ഓൾറെഡി നമുക്ക് എക്സ്പ്രസ് ട്രെയിനിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ദുരന്തോ എക്സ്പ്രസ്സിൽ ഫുഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടിക്കറ്റായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പോയ സമയത്ത് ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറൊക്കെ നമുക്ക് സമയത്ത് തന്നെ അവർ കൊണ്ട് തരണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ്, ബ്രെഡ്, ജാം, സ്നാക്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ട്രെയിൻ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ആ ഒരു ട്രെയിനിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഒരു ബോഗിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടായിരുന്നു. അങ്ങനെ മോനും ഞാൻ ഹസ്ബൻഡും ഞങ്ങൾക്ക് എല്ലാവരും കിടന്നുറങ്ങി. അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കയറി വന്നു. അങ്ങനെ ട്രെയിൻ നല്ല സ്പീഡിൽ, ദ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് ട്രെയിനാണിത്. അങ്ങനെ നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് ട്രെയിനാണ്. ഞങ്ങൾ രാവിലെ ഞാനാണ് കേട്ടോ ആദ്യം എഴുന്നേറ്റ്. പക്ഷേ ഭയങ്കര ജെർക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ. ഭയങ്കര ജെർക്കിങ് ആയിരുന്നു അങ്ങോട്ട് പോയ സമയത്ത്. കുറച്ച് രാത്രി വരെ, രാവിലെയൊക്കെ വരെ ഭയങ്കര ജെർക്കിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കപ്പ് ചായയും അതുപോലെ ബിസ്ക്കറ്റൊക്കെ, ആരോ റൂട്ട് ബിസ്ക്കറ്റൊക്കെ അവർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഉറങ്ങുമായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ചായ ഉണ്ടാക്കി കഴിച്ച് കുറച്ച് കഴിഞ്ഞത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുണ്ടായിരുന്നത് നമുക്ക് ബ്രെഡ്, ചീസ് ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു, അതുപോലെ ഫ്രൂട്ടി ഉണ്ടായിരുന്നു, പിന്നെ ബട്ടർ ഉണ്ടായിരുന്നു. അത്രയായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ശരിക്കും 1 year മുൻപാണ്. ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് 2023 ഞങ്ങൾ പോയത്. ഈ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് 2024 കേട്ടോ. 2024 അങ്ങനെ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവന് കൂട്ടിനായിട്ട് അവിടെ വേറെ യാത്രയ്ക്ക് വന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ് നോർത്ത് ഇന്ത്യൻ ടൈപ്പാണ്. അവർ പരിപ്പ് കറി ഉണ്ടായിരുന്നു, അതുപോലെ കേർഡ് ഉണ്ടായിരുന്നു, പിന്നെ ഇച്ചിരി ചോറ്, പൊട്ടറ്റോ ഫ്രൈസ്, അതേപോലെ തന്നെ പിന്നെ അതെല്ലാം കഴിച്ച് പിക്കിൾ ഉണ്ടായിരുന്നു കേട്ടോ, അച്ചാറുണ്ടായിരുന്നു. ഇത്രയായിരുന്നു അവർ തന്നത്. അതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മലയാളികൾക്ക് മെയിനായിട്ട് ചോറാണല്ലോ, പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചോറല്ല, അത് നീണ്ട അരിയുടെ ചോറായിരുന്നു കേട്ടോ അവർ നമുക്ക് തരുന്നത്. നമ്മളിവിടുന്ന് കുത്തരിയും വെള്ളരിയും കഴിച്ചിട്ട് അവിടെ പോകുമ്പോൾ ആദ്യം ബുദ്ധിമുട്ടായിരുന്നേ. അങ്ങനെ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചപ്പാത്തി ആദ്യം തന്നെ ഓപ്പൺ ആക്കി നോക്കുകയാണ് കേട്ടോ. നമുക്ക് കൊണ്ട് തന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും AC ആയതുകൊണ്ട് തന്നെ തണുത്തു പോയി. പിന്നെ മോന് ഇത് കഴിച്ചതിന് ശേഷം സോൻ പപ്പടി, അതാണ്
എന്നാണ് അതിൻ്റെ പേര്. സോൻ പപ്പടി ഉണ്ടായിരുന്നേ. അപ്പോൾ സോൻ പപ്പടി അവന് കൊണ്ടുവന്ന് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് അവനും കഴിച്ച്. അവൻ കൂടുതലായിട്ടും ഈ സാധനമൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ട്രെയിനിലായതുകൊണ്ട് തന്നെ ഫുൾ ടൈം നമ്മൾ റെസ്റ്റിംഗ് ആയിരുന്നു. ഇതുപോലെ റെസ്റ്റ് എടുത്തൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. എപ്പോഴും ഉറക്കം തന്നെ. മോൻ തൻ്റെ മേടിൽ അവിടെ നിന്ന് ആളുണ്ടായിരുന്നില്ല അങ്ങോട്ട് പോയ സമയത്ത്. അപ്പർ ബർത്ത് അവൻ്റെ ആയിരുന്നില്ല, ഞങ്ങളുടെ വേറെ ആളുടെ ആയിരുന്നു. അങ്ങനെ ഈവനിങ് സ്നാക്സ് ടൈം ആയപ്പം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ്, പിന്നെ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ കഴിച്ച് യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടമ്മമാരോ വർക്കിംഗ് വുമൻസോ അമ്മമാരൊക്കെ ആണെങ്കിൽ ട്രെയിൻ ജേർണി എന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കുക, ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഫുൾ റെസ്റ്റ് എടുക്കാൻ പറ്റുന്നൊരു അതിമനോഹരമായ യാത്രയാണ് കേട്ടോ ട്രെയിൻ ജേർണി. പിന്നെ രാത്രിയും ഉച്ചയ്ക്കത്തെ ഫുഡ് അത് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് പിറ്റേന്ന് രാവിലത്തെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത്. അങ്ങനെ സെക്കൻഡ് ഡേ ഇങ്ങനെ ട്രെയിനിൻ്റെ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊരു ബ്രെഡ് ഓംലേറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് കട്ട്ലേറ്റ്, അതിൻ്റെ കൂടെ വയ്ക്കുന്ന ബ്രെഡ് സാൻഡ്വിച്ച് തന്നെയായിരുന്നു വരുന്നത്. ചായ പിന്നെ നമ്മൾ ഉണ്ടാക്കി കുടിക്കണം കേട്ടോ. അവർ ഹോട്ട് വാട്ടർ പ്രൊവൈഡ് ചെയ്യും. അതിനാവശ്യത്തിനുള്ള എല്ലാം ആഡ് ചെയ്ത് നമ്മളുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ചായ പ്രിപ്പയർ ചെയ്യാവേ. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ കൊങ്കൺ റെയിൽവേയുടെ ഭംഗിയാണ്. ഓരോ നാട്ടിൽ ചെല്ലുന്തോറും നമ്മുടെ കേരളം വിട്ട് നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. അതിമനോഹരമായ സീനറിയും അതുപോലെ ഇതുണ്ട് നമ്മുടെ കടുക് പൂത്ത് നിൽക്കുന്ന കടുകാണെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, അതാണ് അവർ പറഞ്ഞത്. യെല്ലോ കളറിൽ നല്ല ഭംഗിയുണ്ടായിരുന്നേ. പിന്നെ ഇടയ്ക്ക് മോന് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പേരയ്ക്കയും പഴം, ഓറഞ്ചൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ രാജസ്ഥാൻ കോട്ട്ല എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലായിരുന്നേ. അങ്ങനെ സെക്കൻഡ് ഡേയും നമ്മളവിടെ ട്രെയിനിലെ യാത്ര കംപ്ലീറ്റ് ആക്കി. കൂട്ടിന് ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് പരിചയങ്ങൾ, ഒരുപാട് സ്റ്റോറീസ്, കഥകളൊക്കെ ഞങ്ങളവിടെ രാത്രി ഇരുന്ന് ഒരുമിച്ച് ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഡിന്നർ കഴിച്ചു. പിന്നീട് ഞങ്ങൾ വീണ്ടും കിടന്നുറങ്ങിയേ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുളി നനയൊന്നും ഇല്ലേ എന്നുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ട്രെയിനിലെ ജേണി ആയതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുളിച്ചില്ല കേട്ടോ. എനിക്ക് കുളിക്കാൻ ടോയ്ലറ്റിൽ പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാക്സിമം ഞാൻ പോവാതൊക്കെ ഇരുന്നിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രെയിൻ ജേണിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നൊരു കാര്യം ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ സാനിറ്റൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ബേബി ക്ലീനറൊക്കെ വെച്ച് മോനെയൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് മാക്സിമം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ തന്നെ, സേഫ് ആയിട്ടിരിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഡൽഹി എത്താറായി. ദാണ്ട എത്തി. അപ്പോൾ അതിൻ്റെ ഇറങ്ങിയ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല കേട്ടോ. ഭയങ്കര റഷായിരുന്നു. ആൻഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര നോയ്സാണ്. ഭയങ്കരമായിട്ട് ഹോണടി. നമ്മുടെ നാട് പോലെയല്ല, ഭയങ്കരമായിട്ട് ശബ്ദവും നോയ്സാണ് അവിടെ. രാവിലെ നല്ല തണുപ്പായിരുന്നു. ഞങ്ങളൊരു ഡിസംബർ ടൈമിലാണ് പോയത്. ഡിസംബർ എൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഭയങ്കര തണുപ്പായിരുന്നു. മോൻ അതാണ് വായിന്ന് പുകയൊക്കെ ഇട്ട് കളിക്കുന്നത്. അവൻ ചെയ്യുന്ന സമയത്ത് പുകയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതുക്കെ ഞങ്ങൾ പോകാനുള്ള വണ്ടി വന്നു. ക്യാബ് ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ക്യാബിൽ കയറി ഹോട്ടൽ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്യാബ് വഴി റൂമിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ റൂമിലെത്തി. എൻ്റെ കൂടെ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി ഞങ്ങളെല്ലാവരും ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അതേപോലെ താണ്ടെ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചൊന്നും കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ വന്ന പാടെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റാൻ നോക്കാതെ അവൻ ആദ്യമേ തന്നെ താണ്ടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പതുക്കെ താണ്ടെ വന്ന് ശരിക്കും ഒന്ന് റെസ്റ്റ് എടുക്കുവാണ്. നീണ്ട് നിവർന്ന് കിടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രെയിൻ ജേർണി എൻജോയ് ചെയ്തതും താണ്ടെ അവനായിരുന്നു. നെക്സ്റ്റ് ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലേക്കുള്ള യാത്രയും അതിമനോഹരമായ കാഴ്ചകളൊക്കെ വരുന്ന എപ്പിസോഡിലുണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.